ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുറച്ച് ലെങ്തി വീഡിയോ ആണ്. കാരണം പല സമയത്ത് പല സ്ഥലത്തെടുത്ത വീഡിയോ ആണ്. ഞാനെല്ലാം കൂടെ ഒരുമിച്ച് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒറ്റ ഒരു കാര്യമായിട്ട് അധികം കാര്യങ്ങളൊന്നും കാണിക്കാനുണ്ടാവില്ല. അപ്പം ഞാനിപ്പം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയ കാര്യങ്ങൾ, പിന്നെ വീട്ടിൽ ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ പലതെല്ലാം കൂടി ആയിരിക്കുമല്ലോ ഒരു ഫാമിലി ലൈഫ്. ഇതിപ്പോൾ ഞാൻ മോളെ സ്കൂളിൽ അതുവഴി പോയപ്പം ഒരു ഏർലി പിക്കപ്പിന് വേണ്ടി അവളെ വിളിച്ചുകൊണ്ട് പോരുന്ന വീഡിയോ ആണ്. അവൾക്ക് ക്ലാസ് നടക്കുമായിരുന്നു, പക്ഷേ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അതിൽ പോയപ്പോൾ അവളെയും കൂടെ പിക്ക് ചെയ്തു. പിന്നെ ഇത് ഞങ്ങൾ ഒരു ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് അതിൻ്റെ ബാക്കി ഞങ്ങൾ കുറച്ച് പിള്ളേർക്ക് വേണ്ടി പാക്ക് ചെയ്തു. പിന്നെ അവർക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് ഇത് വേറെ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പല കാര്യങ്ങളിലൂടെയാണ് ഓരോ ദിവസവും പോകുന്നത്. നമുക്ക് ചിലപ്പം വീക്കെൻഡ് അല്ലാതെ നമ്മൾ ഷോപ്പിങ്ങിന് പോവും. കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ വേണ്ടി വരും, നേരത്തെ തീർന്നു പോവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് വെക്കുകയാണ്. കാരണം മോൻ വരുന്നതുകൊണ്ട് അവന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ നേരത്തെ വാങ്ങി വെക്കുവാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ ജസ്റ്റ് ഒരു അപ്രിസിയേഷൻ്റെയും കൺസേണിൻ്റെയും അല്ല കെയറിങ്ങിൻ്റെയും ഭാഗമായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യും. അപ്പോൾ ഒരു കേക്ക് അച്ചച്ച് വാങ്ങിച്ചാണ് എൻ്റെയും പിള്ളേരുടെയൊക്കെ പേര് എഴുതി. പിന്നെ എനിക്ക് വേണ്ടി ഒരു ഫ്ലവർ ബൊക്കെയൊക്കെ വാങ്ങി. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് അല്ലേ ഇത്. ഈ കളറൊന്നും നമ്മൾ വിചാരിക്കും ഇതൊക്കെ കളർ കൊടുത്തേക്കുന്നതാണോ എന്ന്. പക്ഷേ ഇതെല്ലാം നാച്ചുറൽ കളേഴ്സാണ്. അതൊരു വെള്ളത്തിൻ്റെ ബോട്ടിൽ മുകളിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ഇത് പല ദിവസത്തെ എല്ലാം കൊണ്ട് ജോയിൻ ചെയ്തിട്ടാണ്, അല്ലാതെ ഇതൊരു പ്ലാൻഡായിട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇടയ്ക്ക് ഞങ്ങളെപ്പോഴും പുറത്ത് പോയപ്പം ഒരു ചെറിയ ഡിന്നറായിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒരു ഫിഷിൻ്റെ തവ വാങ്ങിച്ചു, ഫിഷ് തവ. അപ്പോൾ അതാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. പക്ഷേ നല്ലതായിരുന്നു. പിന്നെ നല്ല ഹെവിയാണ്. നമ്മൾ കാണുന്ന പോലെ ഒരു ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇതൊന്നുമല്ല, നല്ല ഹെവി തന്നെയാണ്, നമുക്ക് തികയാതെ വരത്തില്ല. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ അത് കഴിച്ച് തീർത്ത നേരം. ഇതൊരു പുതിയ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പം എന്തായാലും ഇത് ഓക്കെ, നിങ്ങൾക്കും വേണമെന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ അത് കഴിച്ചു. പിന്നെ അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ചിലപ്പം അൺഎക്സ്പെക്റ്റഡായിട്ട് എന്തെങ്കിലും ലേറ്റായിട്ടാണ് എത്തുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ നിൽക്കാതെ എവിടെയെങ്കിലും കഴിച്ചിട്ടിങ്ങി പോരും. കാരണം പിന്നെ വീട്ടിൽ വന്ന് ടൈം കളയണ്ടല്ലോ എന്ന് വെച്ചാൽ. പിന്നെ ഞാൻ എവിടെയോ ഒരു മോളിൽ പോയപ്പം കണ്ട ഒരു നല്ലൊരു ഷോപ്പാണ് ഫ്ലവേഴ്സിൻ്റെയൊക്കെ. പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ എടുത്താണ്. എനിക്കിങ്ങനെയുള്ള പോകുന്നതൊക്കെ ഇഷ്ടമാണ്. കാരണം നമുക്കിതുപോലെ പുറത്തൊക്കെ പോകാൻ കിട്ടുന്ന എക്സ്പീരിയൻസ് അതൊരു നല്ലൊരു ഓർമ്മയായിരിക്കും മിക്കവാറും. നമ്മളതൊന്നും മിസ് ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ വീട്ടിലിരിക്കാനാണെങ്കിൽ ഓക്കെ, വീട്ടിൽ അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്കിതെല്ലാം കാണാനും അതിനകത്ത് സന്തോഷിക്കാനൊക്കെയും ദൈവം തരുന്ന അവസരം നമ്മൾ കളയണ്ട. അപ്പം ഞാൻ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ മാക്സിമം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കടകൾ മാത്രമുള്ളൊരു മോളാണ്. എനിക്കൊന്നും ഇത് സ്ഥലം വരെ ഞാൻ ഓർക്കുന്നില്ല. നല്ല ഫ്ലവേഴ്സ്, എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് എൻ്റെ പുറകെ കാണുന്നത്. അതൊക്കെ കണ്ടു, അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇത് പിന്നെ ഒരു ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ. അപ്പം അങ്ങനെ പോയിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പല ദിവസങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു മേ ബി 2 വീക്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള കവർ ചെയ്ത വീഡിയോ ആണ്, അല്ലാതെ 2-3 ദിവസത്തെ അടുപ്പിച്ചൊന്നുമല്ല. പിന്നെ അത് കഴിഞ്ഞത് ഞാൻ ദുബായിൽ ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നിടത്ത് ഞാൻ കുറച്ച് നേരം ഇറങ്ങി ഒന്ന് നടക്കുമായിരുന്നു. അപ്പോൾ അന്നേരം എടുത്തൊരു വീഡിയോ ആണ്. ആ രാത്രിയിലത്തെ നൈറ്റ് വ്യൂ, ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, റിലാക്സ് ചെയ്തിരിക്കുന്നു. ചിലരൊക്കെ അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുന്നു, ചിലർ കളിക്കുന്നു, ചിലർ വർത്തമാനം പറയുന്നു. നല്ലൊരു ഇതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്താണ്.
ഇതും അതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി. ഒരു കുഞ്ഞു കടയാണ്, ഒരു കഫറ്റീരിയ പോലെ. അവിടെ നിന്ന് പൊറോട്ടയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കഴിക്കുമ്പം കുറച്ച് കഴിക്കും, ബാക്കി മിക്കവാറും പാക്ക് ചെയ്തെടുക്കുക. അത് മുഴുവനൊന്നും കഴിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലായിടത്തും പിള്ളേർക്ക് വരാൻ പറ്റില്ല. അവർക്ക് ചിലപ്പം ക്ലാസ് കാണും, അല്ലെങ്കിൽ വീട്ടിൽ പഠിക്കാനൊക്കെ കാണും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരും. ഇതിപ്പോൾ എൻ്റെ മുടിയൊക്കെ വല്ലാതിരിക്കുന്നത്, കാരണം രാത്രി ലേറ്റായിട്ട് വന്നിട്ട് മുടി നനച്ച് കഴുകിയില്ല. അതുകൊണ്ട് മുടി അങ്ങ് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ എൻ്റെ മുടി ഭയങ്കര ബോറാണ് കാണാൻ. പിന്നെ ഇത് ഞാൻ എൻ്റെ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാൻ NMC വന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ചിലപ്പോൾ ബോഡിയിൽ സ്കിൻ ടാഗൊക്കെ വരത്തില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ അത് ചെയ്യാൻ വന്നു, അത് കഴിഞ്ഞു. അപ്പം ഞാൻ സ്കിന്നിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഒരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് നേരം എടുത്തു, എന്നാലും കുഴപ്പമില്ല, അതൊക്കെ മാറിക്കിട്ടി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാം അതൊക്കെ ഭയങ്കര നമ്മുടെ ദേഹത്തുള്ള ഈ ചെറിയ ഇങ്ങനെ ചുമന്ന കളറിലും ഒക്കെ വരുന്ന ഒരു ഗ്രോത്തൊക്കെ, അതൊക്കെ ആരും കാണുന്നില്ലെന്ന് പറഞ്ഞാലും നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട്. അതൊക്കെ മാറ്റാനുള്ള ഒരു പ്രൊസീജിയറാണ് ചെയ്യുന്നത്. Bence